Hi all, welcome to EduLine. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ബോട്ടം അപ്പ് പാഴ്സർ ആണ് LR പാഴ്സർ. ഓക്കെ, അപ്പം LR പാഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ പേരിൽ തന്നെയുണ്ട് LR അല്ലെ. LR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്കാനിങ്, അതായത് ഇൻപുട്ടിനെ റീഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടാണ്. അതാണ് ഈ ഫസ്റ്റ് L എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ L എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിനെ റീഡ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് R എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പോ ഇൻപുട്ടിനെ റീഡ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും ഇവിടെ യൂസ് ചെയ്യുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനുമാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ LR പാഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ LR പാഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് പാസിംഗ് മെത്തേഡ് ആണ്. ഓക്കെ, അപ്പം LR പാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LR പാസേഴ്സ് പൊതുവെ പവർഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഡ് റേഞ്ച് ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സിനെ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു LR പാസർ പവർഫുൾ ആണ് പറയുന്നത്. ഓക്കെ, ഇനി LR പാസറിനെ തന്നെ നമുക്ക് 4 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 ടൈപ്പ് LR പാസേഴ്സ് ഉണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, ഈ ബോട്ടം അപ്പ് പാസർ പറയുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അല്ലെ, ഈ LR പാസർ 4 ടൈപ്പ് ഉണ്ട് എന്ന് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 4 ടൈപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടം അപ്പ് പാസർ. ബോട്ടം അപ്പ് പാസർ ആണല്ലോ LR പാസർ എന്ന് പറയുന്നത്. അപ്പൊ LR പാസർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബോട്ടം അപ്പ് പാസർ ആണ്. LR പാസർ തന്നെ നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. LR0 ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് SLR1. ഓക്കെ, SLR1നെ നമ്മൾ S എന്ന് പറയുന്നത് സിമ്പിൾ എന്നാണ്, അപ്പൊ സിമ്പിൾ LR ആണ് ഇത്. LALR എന്ന് പറയുന്നത് ലുക്ക് ഹെഡ് LR എന്ന് പറയും. നെക്സ്റ്റ് CLR എന്ന് പറയുന്നത് കാനോണിക്കൽ LR എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 4 ടൈപ്പ് LR പാസേഴ്സ്: LR0, SLR1, CLR, LALR, CLR. ഓക്കെ, അപ്പം ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ LR0 എന്ന സാധനം ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് ലീസ്റ്റ് പവർഫുൾ ആണ്. അതായത് ഏറ്റവും പവർ കുറഞ്ഞ ഒരു പാഴ്സർ ആണ് LR0 എന്ന് പറയുന്നത്. പവർ കുറവാണ്, പക്ഷേ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ പാഴ്സർ ആണ് ഈ പറയുന്ന CLR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ CLR എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പാഴ്സർ ആണ് CLR എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് പവർ ഉള്ളത് നമ്മുടെ LR0ക്കാണ്, LR0 പാഴ്സറിനാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പവറിന്റെ, അതായത് പവറിന്റെ റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മളിങ്ങനെ ഓർഡറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ LR0 എന്ന് പറയുന്നത് ലീസ്റ്റ് പവർഫുൾ ആണ്. CLR1 എന്ന് പറയുന്നതാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള LR പാഴ്സർ എന്ന് പറയുന്നത്. അപ്പൊ CLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാനോണിക്കൽ LR എന്ന് പറയും. ഓക്കെ, ഇനി LALR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? LALR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് ഹെഡ് LR എന്നാണ് പറയുന്നത്. SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ LR എന്ന് പറയും. ഓക്കെ, ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ പാഴ്സ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ പാഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതായത് LR0 ഐറ്റം എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. അതായത് LR0 ഐറ്റംസും LR1 ഐറ്റംസും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും പാഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബോട്ടം പാസർ അല്ലെങ്കിൽ ഈ LR പാസർ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ LR പാസർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു LR പാസർ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന LR പാസർ ഉണ്ടല്ലോ, ഇത് ശരിക്കും അൽഗോരിതം ആണ്, LR പാസർ അൽഗോരിതം ആണ്. ഇനി നമുക്ക് ഇവിടെ എന്തുണ്ട്? നമുക്കിവിടെ ഒരു പാഴ്സിംഗ് ടേബിൾ ഉണ്ട്, പിന്നെ നമുക്ക് സ്റ്റാക്ക് ഉണ്ട്, പിന്നെ നമുക്ക് ഇൻപുട്ട് ബഫർ ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് ബഫർ നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ ഇല്ലേ, അതുപോലെ തന്നെ സ്റ്റാക്ക്, ഇൻപുട്ട് ബഫർ, പിന്നെ നമുക്കൊരു അൽഗോരിതം ഉണ്ട്, അതാണ് LR പാഴ്സർ അൽഗോരിതം ഉണ്ട്. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമ്മളൊരു പാഴ്സിംഗ് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നോ, LR0, SLR1, LALR, CLR എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടില്ലേ. അപ്പൊ എല്ലാത്തിന്റെയും കേസിൽ ഇത്രയും കാര്യങ്ങൾ സെയിം ആണ്. ഇവിടെ വരുന്ന ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പാഴ്സിംഗ് ടേബിളിന്റെ കൺസ്ട്രക്ഷനിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. LR0യും SLR1ഉം CLR1ഉം LALR1ന്റെ ഒക്കെ പാഴ്സിംഗ് ടേബിളിന്റെ കൺസ്ട്രക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, പാഴ്സിംഗ് അൽഗോരിതം സെയിം ആണ്. സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ബഫർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആകെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ LR പാഴ്സിംഗ് ടേബിളിൽ വരുന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ LR0യും SLR1ഉം CLR1ഉം LALR1ഉം ഒക്കെ അവിടെ നമ്മൾ പാഴ്സിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിഫറൻറ്റ് സ്റ്റൈലിലായിരിക്കും. ഓക്കെ, അവിടെ ആ ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം സെയിം കമ്പോണന്റുകൾ തന്നെയായിരിക്കും ഈ പറയുന്ന LR പാഴ്സറിന്, എല്ലാ ടൈപ്പിലെ LR പാഴ്സറിലും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമുക്കിപ്പം പാഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പാഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ. പാഴ്സ് ടേബിൾ ആണ് നമ്മൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് അല്ലെ.
പാസ് ടേബിൾ ക്രിയേഷൻ ആണ് നമ്മൾ ഇവിടെ എല്ലായിടത്തും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും പാർട്സ് ടേബിൾ, അതായത് LR0, SLR1, CLR1, LLR1, ഇതിന്റെയൊക്കെ പാർട്സ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, വേണ്ടേ? അപ്പൊ അങ്ങനെ പാർട്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ, അതായത് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ LR0യും SLRഉം ഉണ്ട്. ഓക്കെ, അപ്പൊ LR0യുടെയും ഇവിടെ LR0യുടെയും SLR1ന്റെയും കൂടെ പാർട്സ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ അവിടെ ഒരു കാര്യം യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ്. ഓക്കെ, അതായത് കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. LR0 ഐറ്റംസ്. ഓക്കെ, ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ LR0യുടെയും SLR1ന്റെയും പാർട്സ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം LR0 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ LR0യുടെയും SLR1ന്റെയും പാർട്സ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി LALRന്റെയും CLRന്റെയും പാർട്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR1 ഐറ്റം ആണ്. ഓക്കെ, അപ്പോൾ കാനോണിക്കൽ കളക്ഷൻ ഓഫ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് LR1 എന്ന് പറയുന്നത്. LR1 ഐറ്റം. ഓക്കെ, ഐറ്റംസ്, LR1 ഐറ്റംസ്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. LR0യുടെയും SLR1ന്റെയും നമ്മൾ പാർട്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ്. ഈ LR0 ഐറ്റം എന്താണെന്നുള്ളത് നമ്മൾ ഇനി പറയും. ഓക്കെ, ഇനി LALR1ഉം CLR1ന്റെയും പാർട്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR1 ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, LR1 ഐറ്റംസ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് എന്താ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ, പാസ് ടേബിളിന്റെ കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ, പാസ് ടേബിൾ നമ്മൾ പറഞ്ഞു എല്ലാത്തിന്റെയും, അതായത് LR0ന്റെയും SLR1ന്റെയും LALR1ന്റെയും CLR1ന്റെയും ഒക്കെ പാർട്സ് ടേബിൾ കൺസ്ട്രക്ഷൻ മെത്തേഡ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി ഈ പറയുന്ന LR പാർസറിന്റെ അൽഗോരിതം, ഈ LR പാർസർ എന്ന് പറയുന്ന ഒരു അൽഗോരിതം ആണ്. ഓക്കെ, അപ്പൊ ഈ അൽഗോരിതം സെയിം ആയിരിക്കും. സ്റ്റാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ബഫറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വ്യത്യാസം വരുന്നത് പാർട്സ് ടേബിൾ കൺസ്ട്രക്ഷൻ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ പാർട്സ് ടേബിൾ കൺസ്ട്രക്ഷൻ നമ്മൾ എല്ലാത്തിന്റെയും നമ്മൾ പഠിക്കും. അതായത് LR0, SLR1, CLR1, LALR1ന്റെ ഒക്കെ പാർട്സ് ടേബിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ആ പാർട്സ് ടേബിൾ കൺസ്ട്രക്ഷൻ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. നമ്മൾ ഇനിയും ഈ പറയുന്ന നമ്മുടെ LR0 ഐറ്റംസ് ഉണ്ടല്ലോ, LR0 ഐറ്റം എന്താണ്, LR1 ഐറ്റം എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന പാഴ്സിങ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.